الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فقال الله سبحانه وتعالى في كلامه العزيز: بسم الله الرحمن الرحيم. ويوم نسير الجبال وترى الأرض بارزة وحشرناهم فلم نغادر منهم أحدا وعرضوا على ربك صفا لقد جئتمونا كما خلقناكم أول مرة بل زعمتم أن لن نجعل لكم موعدا ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا فلا يظلم ربك أحدا. الله سبحانه وتعالى പുണ്യവും പരിശുദ്ധവുമായ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മെയും ലോക മുസ്ലിമീങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. അതുവഴിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തും രാജ്യത്തും എല്ലാ മനുഷ്യർക്കും സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുമാറാണ്. അക്രമങ്ങളിൽ നിന്നും, അനീതിയിൽ നിന്നും, കൊള്ളയിൽ നിന്നും, കൊലയിൽ നിന്നും, ഭീകരതയിൽ നിന്നും, തീവ്രതയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ മനുഷ്യന്മാർക്കും മോക്ഷം നൽകി അനുഗ്രഹിക്കുമാറാണ്. പരിശുദ്ധവും പരിപാവനവുമായ റമദാൻ മാസത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു ജുമുഅ ദിവസത്തിലാണ് നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. റമദാനിന്റെ ഗൗരവത്തെ സംബന്ധിച്ചും അതിന്റെ നിയമസംഹിതകളെ സംബന്ധിച്ചും ഒരു പരിചയപ്പെടുത്തേണ്ട സമുദായമല്ല നാം ഓരോരുത്തരും. വർഷങ്ങളോളമായി ഖുർആനിക ആയാത്തുകൾ കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങൾ കൊണ്ട് അതിന്റെ കാര്യങ്ങൾ വിശദമായി കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. കഴിഞ്ഞ ആഴ്ചയും അതുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ ബഹുമാന്യനായ ഉസ്താദുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അല്ലാഹു ഉസ്താദിന് ആഫിയത്തും ആരോഗ്യവും ദീനിൽ ഇസ്തിഖാമത്തും ഖുദ്ബത്തിൽ ആഫിയത്തും പ്രദാനം ചെയ്യുമാറാണ്. അദ്ദേഹത്തിന്റെ മക്കളുടെയും കുടുംബാദികളുടെയും എല്ലാ രോഗങ്ങളും അല്ലാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാണ്. പരിശുദ്ധവും പരിപാവനവുമായ റമദാനിൽ നിന്നുള്ള ശ്രദ്ധേയമായ ദിവസം എന്ന് പറഞ്ഞത് ലോകത്ത് ദീൻ നിലനിൽക്കുന്നതിന് കാരണമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹദാനിയത്തിന്റെ കലിമയാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ലോകത്തിന്റെ എല്ലാ ഓരോ ശിലാകേന്ദ്രങ്ങളിലും എത്തുന്നതിന് കാരണമായി തീർന്നിട്ടുള്ള 313ഓളം വരുന്ന സഹാബാക്കളുടെ ധീരമായ, ധൈര്യമായ, ഈമാനികമായ അടിത്തറയിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള അല്ലാഹുവിനെ നേർക്കുനേരെ മാനസികമായി വീക്ഷിച്ചുകൊണ്ട് നിന്നുകൊണ്ടുള്ള ഒരു പറ്റം സഹാബാക്കളുടെ ധീരമായ യത്നങ്ങൾ, പരിശ്രമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിൽ തന്നെ ഹിദായത്തിന് കാരണമായി സ്വീകരിച്ച പുണ്യമായ ബദറിന്റെ രണാങ്കണങ്ങൾ അരങ്ങേറിയതായ ഒരു സാഹചര്യവും സന്ദർഭവുമാണ്. അതിനെ സംബന്ധിച്ചും അതിന്റെ വിഷയത്തെ സംബന്ധിച്ചുമൊക്കെ പലപ്പോഴും ആ ദിവസങ്ങളോട് ബന്ധപ്പെട്ടും ജുമുഅ ദിവസത്തിൽ എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. പരിശുദ്ധമായ റമദാനിന്റെ രണ്ടാമത്തെ ഭാഗത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം ഓരോ മനുഷ്യനും അവന്റെ മാനുഷികമായ ജീവിത മൂല്യങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തപ്പെടേണ്ട ഒരു ദിവസമാണെന്നുള്ളതാണ്. ഇതിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള പ്രത്യേകതയോ കുടുംബമഹിമയോ അല്ലെങ്കിൽ ആ നിലയിലുള്ള എന്തെങ്കിലും വേർതിരിവോ ഇല്ല. മനുഷ്യൻ ആരായിരുന്നാൽ തന്നെയും മനുഷ്യ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെ സംബന്ധിച്ചും
അവൻ അയവിറക്കേണ്ട, വിലയിരുത്തേണ്ട, ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട വളരെ സുപ്രധാനമായ ഒരു സാഹചര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിങ്ങൾക്കും ഈ റമദാനിലെ രണ്ടാമത്തെ ഭാഗത്തിലൂടെ നൽകിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അപ്രകാരം ശ്രദ്ധേയമാകുക എന്ന് പറയുന്നതിന് കാരണം, നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ അവസാന നിമിഷം ചെന്നെത്തുന്ന ഒരു ദിവസത്തെ സംബന്ധിച്ച് ഓർമ്മ വരുന്ന ഓരോരുത്തർക്കും ആ ദിവസത്തിന്റെ അല്ലെങ്കിൽ ഈ സന്ദർഭത്തിന്റെ സാഹചര്യത്തിന്റെ ഗൗരവം ഒരാവശ്യവുമില്ലാതെ, വിശദീകരണത്തിന് ആവശ്യമില്ലാതെ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ആ ദിവസത്തെ സംബന്ധിച്ച് ഉണർത്തുന്ന ചില കാര്യങ്ങൾ, അതിന്റെ ആയത്തുകൾ മാത്രം ഞാൻ ഓതുകയാണ്. അതിന്റെ പ്രധാനപത അർത്ഥവും മാത്രം പറയാനാണ് ആഗ്രഹിക്കുന്നത്. അവസരം ലഭിച്ചാൽ ഇൻഷാ അല്ലാഹ് അത് പൂർത്തിയാക്കാൻ സാധിക്കുമെങ്കിൽ ചെയ്യാം, ഇല്ല എങ്കിൽ എത്തുന്നിടത്ത് വെച്ച് അവസാനിപ്പിക്കാം. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധവും പരിപാലനവുമായ റമദാനിന്റെ ശ്രദ്ധേയമായ രണ്ടാമത്തെ ഭാഗത്തിൽ നിർണായകമായ ഒരു ബന്ധമെന്ന് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല 4 മാസം പ്രായമായപ്പോൾ നമ്മളുടെ ശരീരത്തിൽ, നമ്മളുടെ ബോഡിയിൽ ഊതപ്പെട്ട അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പരിശുദ്ധമായ ഒരു ജീവാണു, അല്ലെങ്കിൽ ഒരു അംശം, അല്ലെങ്കിൽ ഒരു ബീജം, അല്ലെങ്കിൽ ഒരു ജീവൻ, ഈ ജീവനെ ഏതൊരു പരിശുദ്ധിയോടുകൂടിയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാവിന്റെ ഗർഭാശയത്തിലേക്ക് ഊതിയത്, അതേ പരിശുദ്ധിയോടുകൂടി ഈ ജീവനെ തിരിച്ച് അല്ലാഹുവിലേക്ക് കൊണ്ടെത്തിക്കുക എന്ന് പറയുന്ന ഉയർന്ന ദൗത്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസത്തിലൂടെ ഉണർത്തുന്നത്. നിസ്സാരമായ ഒരു കാര്യമല്ല, പരിശുദ്ധമാണ്. പരിസമാപ്തിയോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായി തന്നെയാണ് ജനനം വരെയും ഓരോ ആത്മാവിന്റെയും ജനനമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനാമങ്ങളിലൂടെ പറയുന്നുണ്ട്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ലോകത്ത് ജനിച്ചു വീഴുന്ന മക്കൾ ആരായിരുന്നാൽ തന്നെയും അവരുടെ ജനനം അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തെയും സമാധാനത്തെയും നീതിയെയും ഉൾക്കൊള്ളാനുള്ള മനോവിശാലതയോടുകൂടിയാണ് ലോകത്ത് ജനിച്ചു വീഴുന്ന മനുഷ്യ കുഞ്ഞുങ്ങൾ ആരായിരുന്നാലും എന്നുള്ള കാര്യം ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നിഷ്കളങ്കമാണ്, വളരെ നിഷ്കളങ്കമാണ്. ഹജ്ജിൽ നിന്നും മടങ്ങി വരുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു മനുഷ്യൻ ഹജ്ജിൽ നിന്ന് തിരിച്ചു വരുമ്പോ അവൻ മടങ്ങി വരുന്നത് എപ്രകാരമാണെന്ന് ചോദിച്ചാൽ ആത്മശുദ്ധിയോടുകൂടിയാണ്. എന്താണ് ആത്മശുദ്ധി? അതിന്റെ താരതമ്യം പറയാൻ കഴിയുന്നത് തന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്നും ഏതൊരു പരിശുദ്ധിയോടുകൂടിയാണോ അവൻ ഭൂമിയിലേക്ക് പിറന്നു വീണത്, സമാനമായ മാനസികമായ ശുദ്ധിയോടുകൂടിയാണ് ഓരോ ആത്മാക്കളും ഹജ്ജിൽ നിന്ന് മടങ്ങി വരിക എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമാണ്. ഈ ശരീരത്തിൽ ഊതപ്പെട്ടിരിക്കുന്ന ആത്മാവിൽ യാതൊരു കളങ്കങ്ങളുമില്ല, യാതൊരു വഞ്ചനയുമില്ല, യാതൊരു കുതന്ത്രങ്ങളുമില്ല എന്ന് മാത്രമല്ല, പാപകർമ്മങ്ങളുടെ എന്തെങ്കിലും കളകൾ പോലും അതിലേക്ക് ചേർക്കപ്പെട്ടിട്ടല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ആത്മാവിനെ നിശ്ചയിച്ചത്. ഈ ആത്മാവിന്റെ ഉൽപ്പത്തി എവിടെ നിന്നാണ്? അവർ അങ്ങയോട് ചോദിക്കും, നിങ്ങൾ ഉൾക്കൊള്ളുന്ന നിങ്ങളുടെ ശരീരത്തെ പ്രേരിതം ചെയ്യുന്ന ആത്മാവിനെ സംബന്ധിച്ച് ആ ആത്മാവ് ഏത് ഭാഗത്ത് നിന്നാണ്, എങ്ങനെയുള്ളതാണ് എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി എന്താ പറഞ്ഞത്? മിൻ അംരി റബ്ബി, എന്റെ പരിപാലകനായ രക്ഷിതാവായ അല്ലാഹുവിന്റെ കൽപ്പനയുടെ ഭാഗമാണ്, അഥവാ അല്ലാഹുവിൽ നിന്നുള്ളതാണ്. ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധിയോടുകൂടി ഈ ആത്മാവിനെ അയക്കുമ്പോ ഇതേ പരിശുദ്ധിയോടുകൂടി ഈ ആത്മാവിനെ കാണാൻ അല്ലാഹു ആഗ്രഹിക്കുന്നു എന്ന കാര്യം ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവുകളിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ലിസ്സാഇമി ഫർഹത്താൻ, ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വ ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബി. കഴിഞ്ഞ ജുമുഅ ദിവസം ഉസ്താദ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഞാനിത് കൊണ്ടുപോകുന്നത് വേറെ ശൈലിയിലേക്കാണ്, വേറെ ലോകത്തേക്കാണ്. എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും ആത്മീയ ലോകത്തേക്കാണ് പോകുന്നത്. ഭൗതികമായ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെ സംബന്ധിച്ചും ആത്മാവിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ചും അനുബന്ധങ്ങളുടെ പരാമർശിക്കുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ച ഈ ആയത്ത് ഹദീസ് തന്നെ ഉസ്താദ് അവர்கள் ഓതിയതാണ്. അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ, കബൂലിയത്ത് കൊടുക്കുമാറാകട്ടെ. ലിസ്സാഇമി ഫർഹത്താൻ, നോമ്പുകാരന്റെ 2
രണ്ട് സന്തോഷങ്ങൾ. അവൻ നോമ്പ് തുറക്കുന്ന സമയത്തുണ്ടാകുന്ന ആനന്ദം അതാർക്കും വിശദീകരിക്കാൻ പറ്റുന്നതല്ല. നോമ്പുകാരന് മാത്രമേ ആ ആസ്വാദനം അറിയാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ നോമ്പനുഷ്ഠിച്ച് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള ആപ്തവാക്യങ്ങളെ ഞാൻ നിങ്ങളുടെ മനസ്സിലാക്കുമെങ്കിൽ അതിലേക്ക് ഞാൻ വിരൽ അവസാനിക്കുന്നു. രണ്ടാമത്തെ കാര്യം നോമ്പുകാരനെ അല്ലാഹു കാണാൻ ഉദ്ദേശിക്കുന്ന നേർക്ക് നേരെ അല്ലാഹുവുമായി ദർശിക്കാനുള്ള ഒരു അവസരം ഒരുക്കൊണ്ടാണ്. നോമ്പെടുക്കുന്നതാണ്. നോമ്പിന് പ്രതിഫലം ഞാൻ എന്നെ തന്നെ നൽകുന്നതാണ്. നോമ്പുകാരന്റെ രണ്ട് സന്തോഷമുണ്ടെങ്കിൽ രണ്ടാമത്തെ സന്തോഷം ഉടമസ്ഥനായ അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുണ്ടാകുന്ന ആനന്ദമാണ്. പ്രിയ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ലോകത്തിലേക്ക്, അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്ക് നോമ്പുകാരനെ അല്ലാഹു ക്ഷണിക്കുന്നത് ഭൗതികമായ ലോകത്തേക്കല്ല, മറിച്ച് എന്നെ കണ്ടാനന്ദിക്കാനുള്ള അവസരം നൽകപ്പെടുന്നവരുണ്ടാകുന്ന ആനന്ദം അത് ആർക്കും വിശദീകരിക്കാൻ കഴിയുകയില്ല. നേരത്തെ പറഞ്ഞതുപോലെയുള്ള നോമ്പുകാരന് പോലും അത് വിശദീകരിക്കാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല, അത് ഒരു മനുഷ്യ ഹൃദയത്തിലും സങ്കല്പിക്കാൻ കഴിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവുകളിലൂടെ അത് എനിക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നോമ്പുകാരനായ ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ അല്ലാഹു നൽകിയ ആത്മാവിനെ അതേ പരിശുദ്ധിയോടുകൂടി അല്ലാഹുവിന്റെ ജലാലയത്തിനെ, അല്ലാഹുവിന്റെ പ്രകാശത്തെ, ദർശിക്കാനുള്ള അനുവാദം ആർക്കെങ്കിലും ലഭിച്ചാൽ ആ നോമ്പുകാരന് അവന്റെ നോമ്പ് നാളെ അല്ലാഹുവിന്റെ സന്നിധാനത്തിൽ സാക്ഷി പറയും. ഈ നോമ്പുകാരൻ എന്നെ അംഗീകരിച്ചവരാണ്, എന്നെ മാനിച്ചവരാണ്, എന്നെ ബഹുമാനിച്ചവരാണ്, ഇവന്റെ വിഷയത്തിൽ എന്റെ ശുപാർശയെ നീ സ്വീകരിക്കണമെന്ന് നോമ്പ് അല്ലാഹുവിന്റെ സന്നിധാനത്തിൽ സാക്ഷി പറയുമെങ്കിൽ നോമ്പുകാരന്റെ ആത്മാവിന്റെ അനുഭൂതി അനുഭവപ്പെടുന്നപ്പോഴാണ് ആത്മാവിനൊരു ശരീരമാണ്, ആത്മാവ് ഈമാനിനൊരു ശരീരമാണ്, ആത്മാവ് തഖ്വയുടെ ശരീരമാണ്, ആത്മാവ് ഇഖ്ലാസിനൊരു ശരീരമാണ്. ഓരോ മുഅ്മിനിന്റെയും മാനസികമായ ഉള്ളറകളിൽ അല്ലാഹുവിന്റെ തജല്ലിയത്ത്, അല്ലാഹുവിന്റെ പ്രകാശം ആരുടെയെങ്കിലും ഹൃദയത്തിൽ കയറിയാൽ തീർച്ചയായും ആ നോമ്പ് അംഗീകരിക്കപ്പെടും. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, മുഴുവൻ ഭൂമിലോകത്തിന്റെയും വാനലോകത്തിന്റെയും വ്യാപകമായ പ്രകാശ ഗോപുരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുമ്പോൾ ഓരോ മുഅ്മിനിന്റെയും ഹൃദയത്തിലെ പ്രകാശിക്കുന്ന വിളക്കാണ് അല്ലാഹ്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തിനാണ് നാല് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറഞ്ഞത്? എന്തിനാണ് നാല് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറഞ്ഞത്? ആ കാര്യത്തിന്റെ ആദ്യത്തെ കാര്യം തന്നെ അശ്ഹദു, എന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്നും ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ സമ്മതിച്ചു പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിന്റെ വഹദാനിയത്ത്. നോമ്പുകാരൻ നോമ്പ് തുറക്കുന്നതുവരെയും രാവിലും പകലിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കുമോ ഇൻഷാ അല്ലാഹ് ഈ ആത്മാവിനെ അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ തീർച്ചയായും തദല്ലിയത്തിന്റെ പ്രകാശത്തോടുകൂടി അല്ലാഹുവിനെ ദർശിക്കാൻ കഴിയും. ഈ ദിവസം പറയുമ്പോൾ വളരെ എളുപ്പമാണ്, വളരെ ലളിതമാണ്. എന്നാൽ ഈ ദിവസത്തെ സംബന്ധിച്ച് ഖുർആൻ ചില വാക്കുകൾ പറയുന്നുണ്ട്. ഞാൻ ഇതിന്റെ വാക്കുകൾ മാത്രം പറയുകയാണ്, വിശദീകരിക്കാനുള്ള സമയമല്ല. വയൗമ നുസയ്യിറുൽ ജിബാല, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള മുഴുവൻ പർവ്വത ശിഖരങ്ങളെയും ചലിപ്പിക്കുന്ന ദിവസം. ഭൂമി ലോകത്തെ ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളും നശിപ്പിക്കപ്പെട്ടതായ നിലയിൽ, നഗ്നമായ നിലയിൽ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഒന്നും അവശേഷിച്ചിട്ടില്ലാത്ത നിലയിൽ കൂടിയിട്ട് ഭൂമിയെ നീ കാണുകയും ചെയ്താൽ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചു വീണിട്ടുള്ള മുഴുവൻ മനുഷ്യരെയും നാം അവിടെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. ഒരുവനെയും നാം വിട്ടുകളയില്ല, ഒരു മനുഷ്യനെയും നാം വിട്ടുകളയുകയില്ല. തീർച്ചയായും
തീർച്ചയായും അല്ലാഹുവിന്റെ വാക്കാണ്. നിങ്ങൾക്കറിയുമെങ്കിൽ സൂറത്തുൽ കഹ്ഫിൽ ഓരോ ദിവസവും ഓതൽ സുന്നത്തായ സൂറത്തിലെ ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. വഉരിദു അലാ റബ്ബിക സഫാ വഉരിദു അലാ റബ്ബിക സഫാ. ലോകത്ത് ആദം അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽ ജനിച്ചു വീണ ഖിയാമത്ത് നാൾ വരെയും വരുന്ന മുഴുവൻ മനുഷ്യ ജീവനുകളിൽ നിന്നും ഒന്നും വിടാതെ എല്ലാത്തിനെയും അണിയായി അല്ലാഹുവിന്റെ സന്നിധാനത്തിൽ നിർത്തപ്പെട്ട ദിവസം. ആ ദിവസത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. യൗമ യുസയ്യിറുൽ ജിബാല വതറൽ അർള ബാരിദതൻ വഹശർനാഹും ഫലം യുഗാദിർ മിൻഹും അഹദാ വഉരിദു അലാ റബ്ബിക സഫാ ലഖദ് ജിഅ്തുമൂനാ കമാ ഖലഖനാകും അവ്വല മർറ. ലഖദ് ജിഅ്തുമൂനാ, നിങ്ങൾ നമ്മുടെ അടുക്കൽ വന്നിരിക്കുന്നു. കമാ ഖലഖനാകും അവ്വല മർറ, ആദ്യ പ്രാവശ്യം നിങ്ങളെ എപ്രകാരമാണോ നാം സൃഷ്ടിച്ചത് ആത്മീയ ലോകത്ത് വെച്ചിട്ട് ആത്മീയ ലോകത്തിനോടാണ് അലസ്തു ബിറബ്ബികും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ, ബലാ അന്ത റബ്ബുനാ, അതെ നീ ഞങ്ങളുടെ റബ്ബാണ് എന്ന് ആത്മീയ ലോകത്തെ കൊണ്ട് സംബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ആത്മാവിനെയും ഒന്നും വിടാതെ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഫലം യുഗാദിറു മിൻഹും അഹദാ, ഒരുവനെയും വിട്ടുകളയാതെ മുഴുവൻ ജനങ്ങളെയും അണിയണിയായി സഫുകളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൊടുത്ത ദിവസം. ലഖദ് ജിഅ്തുമൂനാ കമാ ഖലഖനാകും അവ്വല മർറ ബൽ സഅംതും അല്ലൻ നജഅല ലക്കും മൗഇദാ. പക്ഷെ നിങ്ങളുടെ ധാരണ എന്തായിരുന്നു? എന്താ പറയുകയാണ്? നിങ്ങളുടെ ചിന്ത എന്തായിരുന്നു? നിങ്ങളുടെ മാനദണ്ഡം എന്തായിരുന്നു? നിങ്ങളുടെ വാദമുഖം എന്തായിരുന്നു? ഇത് കുറെ കാലമായി പറയുന്നത് കേൾക്കുന്നതാണല്ലോ. ഇത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ. മഗ്ഫിറത്തിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. എന്താ, ഞങ്ങൾ വർഷം മുഴുവൻ മഗ്ഫിറത്ത് തേടുന്നവരല്ലേ? അതിന്റെ ആവശ്യകത എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്, ബൽ ദഅംതും അല്ലൻ നജഅല ലക്കും മൗഇദാ, നിങ്ങൾക്ക് ഒരു നിശ്ചിതമായ സമയം നിശ്ചയിച്ചു തന്നിട്ടില്ല എന്ന് നിങ്ങൾ ധരിച്ചു വെച്ചായി. വബുദിഅൽ കിതാബ് വബുദിഅൽ കിതാബ്, മനുഷ്യ ജീവിതത്തിന്റെ ജീവരേഖ എന്താണോ, മനുഷ്യ ജീവിതത്തിന്റെ കർമ്മങ്ങൾ എന്താണോ, മനുഷ്യ ജീവിതത്തിന്റെ വികാരം എന്താണോ, വബുദിഅൽ കിതാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ജീവനുകളെ ഒന്നും വിടാതെ എല്ലാത്തിനെയും മനുഷ്യരെ ഒരുമിച്ച് കൂട്ടപ്പെട്ടതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തുള്ള ഒരു കിതാബിനെ നൽകപ്പെടുന്നു. വബുദിഅൽ കിതാബ്, കിതാബിനെ വെക്കപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് നിങ്ങളോട് പറയുന്നു, ഈ കിതാബ് നൽകപ്പെടുന്നതായ സന്ദർഭത്തിൽ മനുഷ്യ ജീവനുകളുടെ അവസ്ഥ എന്താണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിങ്ങൾക്കും ഈ സാഹചര്യം അല്ലാഹു ഇത് പറയുന്ന സന്ദർഭവും മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകുന്നു. ഭൂമിയിൽ യാതൊന്നുമില്ല, ഭൂമി വ്യക്തമാണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കാണുന്ന വസ്തുക്കളൊന്നും ഭൂമിയിൽ ഇല്ലാത്ത നിലയിൽ മുഴുവൻ ജനങ്ങളെയും അല്ലാഹുവിന്റെ സമക്ഷത്തിൽ ഹാജരാക്കപ്പെട്ടിട്ടുണ്ട്. വായിച്ചുകൊള്ളേ നിങ്ങളുടെ ഈ കിതാബ് എന്ന് പറഞ്ഞുകൊണ്ട് കിതാബ് നൽകപ്പെടുന്ന ദിവസം, ആ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ രണ്ടായി മനസ്സിലാക്കി തരുന്നു. ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി, തന്റെ കയ്യിൽ നൽകപ്പെട്ടിട്ടുള്ള ആ ഗ്രന്ഥത്തിൻ്റെതായ കാഴ്ച, അതിലെ യാഥാർത്ഥ്യങ്ങൾ, അതിലെ ആലേഖനങ്ങൾ, അതിലെ റെക്കോർഡുകൾ കാണുമ്പോ ഓരോ മനുഷ്യന്മാരും പാപികളായ പാപകർമ്മങ്ങൾ ചെയ്ത് ജീവിതത്തെ കളങ്കപ്പെടുത്തിയ ഓരോ മനുഷ്യന്മാരെയും കാണാൻ കഴിയും. ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി, തന്റെ കയ്യിൽ നൽകപ്പെട്ടിട്ടുള്ളതായ ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളെ കണ്ടിട്ട് ഭയവിഹ്വലനാകും, വിഭ്രാന്തിയിലാകും, ഭയപ്പെട്ടു പോകും. വയഖൂലൂന, അത്തരക്കാരായ ആൾക്കാർ പറഞ്ഞേക്കുമോ, യാ വൈലതനാ യാ വൈലതനാ വയാ നദാമാ വയാ ഹസ്രതാ, എന്റെ ഖേദമേ, എന്റെ നാശമേ, എന്റെ പരാജയമേ, മാലിഹാദൽ കിതാബ്, എന്ത് കിതാബാണ് നൽകപ്പെട്ടിരിക്കുന്നത്, എന്ത് അത്ഭുതകരമായ
അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ നാമങ്ങളിലൂടെ ലോകത്ത് വന്നിട്ടുള്ള വേദഗ്രന്ഥങ്ങളിലൂടെ അതിലെ അവസാനത്തെ ഗ്രന്ഥമാകുന്ന ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള നിർദ്ദേശ ഉപദേശങ്ങളുടെ എല്ലാം സമാഹാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹു നീതിമാനാണെന്നും അല്ലാഹു സത്യസന്ധനാണെന്നും അല്ലാഹു ഒന്നിനോടും അനീതി കാണിക്കുകയില്ല എന്നും യഥാർത്ഥത്തിൽ അകക്കണ്ണുകൊണ്ട് ബോധ്യപ്പെടുന്ന മനുഷ്യരുടെ ദിനത്തിൽ മുജ്രിമീങ്ങളായ കുറ്റവാളികളായ പാപകർമ്മങ്ങളിൽ ലയിച്ചു ചേരുന്ന മനുഷ്യ സമൂഹത്തിന്റെ വാക്കാണ് മാനിഹാദൽ കിതാബ്. ഇന്ന് അത്ഭുതകരമായ ഗ്രന്ഥമാണിത്. എല്ലാ യുവാവിനും സഹീറത്തും വലാ കബീറത്തുൻ ഇല്ലാ അഹ്സാഹാ. ചെറുതോ വലുതോ ആയ ഒന്നും തന്നെ ഈ ഗ്രന്ഥത്തിൽ നിന്ന് വിട്ടുകളഞ്ഞിട്ടില്ലയോ എന്ന് ഓരോ കുറ്റവാളികളും പറഞ്ഞു പോകുന്ന ദിവസം മാത്രമല്ല അവരെത്തിക്കുന്നതാണ്. അവരെന്തെല്ലാം കാര്യങ്ങൾ ഭൂമിയിൽ ചെയ്തു പോയിട്ടുണ്ടോ ആ ചെയ്തു പോയ മുഴുവൻ കാര്യങ്ങളും അവർക്ക് നേരെ ബോധ്യപ്പെടുകയാണ്. അവരുടെ മനസ്സിന്റെ മാനസികമായ ഉള്ളറകൾ എത്തിക്കുകയാണ്, ബോധ്യപ്പെടുകയാണ്, ഉറപ്പാക്കുകയാണ്, ഉറപ്പോടുകൂടി പറയുകയാണ്. അവർ ചെയ്തു കൂട്ടിയ മുഴുവൻ കർമ്മങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലെത്തിച്ചിരിക്കുന്നതായിട്ട് വലാ യദ്ലിമു റബ്ബുക അഹദാ വലാ യദ്ലിമു റബ്ബുക അഹദാ. ഒരാളോടും നിന്റെ രക്ഷിതാവ് അനീതി കാണിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസത്തെ ഓർമ്മിച്ചാണ് പറയുന്നത്. ഈ ദിവസത്തിൽ അല്ലാഹു പരിശുദ്ധമായ നൽകിയ ആത്മാവിനെ അതേ പരിശുദ്ധിയോടുകൂടി അല്ലാഹുവിന്റെ സന്നിധാനത്തിൽ എത്തിക്കപ്പെടാനുള്ള ദൗത്യത്തിന് വീഴ്ച വരുത്തിയവർ ആരാണോ അവർ മുജ്രിമാണ്, ഫാസിഖാണ്, കാഫിറാണ്, കുറ്റവാളിയാണ്, പാപകർമ്മങ്ങളുടെ കേന്ദ്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന കാര്യങ്ങളുടെ എല്ലാം അടിസ്ഥാനപരമായ കുറ്റത്തെ സംബന്ധിച്ച് മനുഷ്യ ഹൃദയത്തിലേക്ക് ഓടിത്തരികയാണ്. അല്ലാഹു ഈ ദിവസത്തെ സംബന്ധിച്ച് ഖുർആനിന്റെ വേറൊരു ഭാഗത്ത് പറയുന്നു, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറാ വമാ അമിലത് മിൻ സൂഇൻ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ വയുഹദ്ദിറുകുല്ലാഹു നഫ്സാ വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. സൂറത്ത് ആല ഇംറാനിലെ 30-ാം അധ്യായം. അവരെത്തിക്കുന്നതാണ് അവർ ചെയ്തു കൂട്ടിയതായ മുഴുവൻ കർമ്മങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് നിങ്ങളോട് പറയുന്നത് യാഥാർത്ഥ്യമാണ്. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത്. ഓരോ ശരീരങ്ങളും പ്രവർത്തിച്ച മുഴുവൻ പ്രവർത്തനങ്ങളും എത്തിക്കുന്നതായ ദിവസം മുഹ്ദറൻ ആ കർമ്മങ്ങൾ ഹാജരാക്കപ്പെട്ടിരിക്കുന്നു. വമാ അമിലത് മിൻ സൂഇൻ താൻ ചെയ്തു കൂട്ടിയ തിന്മകൾ എന്താണോ ആ തിന്മകളും എത്തിക്കുന്നതായ ദിവസം ഓരോ നഫ്സുകളും ആ ശരീരത്തിൻ്റെതായ ഓരോ നഫ്സുകളും ആഗ്രഹിച്ചു പോകും. ഈ തിന്മകളുടെ രേഖ, തിന്മയുടെ ആധാരം, തിന്മയുടെ ഗ്രന്ഥം, അവന്റെ കർമ്മങ്ങളുടേതായ തിന്മകൾ രേഖപ്പെടുത്തപ്പെട്ടതായി കാണുമ്പോ തബദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ. ഞാൻ ചെയ്തു കൂട്ടിയ തിന്മകൾ ആ തിന്മകളും ഞാനുമായി അല്ലെങ്കിൽ ആ തിന്മകളും എന്റെ ആത്മാവുമായിട്ട് വിശദീകരിക്കപ്പെടാൻ പറ്റാത്ത ഒരു ദൈർഘ്യമുണ്ടായിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും. തബദ്ദു ആഗ്രഹിക്കും, പ്രതീക്ഷിക്കും, ആരും ഇഷ്ടപ്പെടും. എന്റെ ഈ കർമ്മങ്ങളും ഞാനുമായി ലവലേശം പോലും ബന്ധമില്ലായിരുന്നെങ്കിൽ, അടുപ്പമില്ലായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരു ദിവസം. ഈ ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ദൗത്യമാണ് അല്ലാഹുവിനോട് പുറത്തെണ്ണ തേടൽ. ഈ പുറത്തെണ്ണ തേടൽ ദുനിയാവിൽ വെച്ച് നിന്റെ ശരീരത്തോടു കൂടി, നിന്റെ ആരോഗ്യത്തോടു കൂടി നോമ്പുകാരനായ നിലയിൽ നീ അല്ലാഹുവിനോട് ഒരു പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്താൽ അത് 70,000 കോടികളായും അല്ലാഹു രൂപാന്തരപ്പെടുത്തി നിന്റെ 7 രേഖപ്പെടുത്തപ്പെടുമ്പോ ആ രേഖപ്പെടുത്തുന്നത് കാരണമായി നിന്റെ കുറ്റകൃത്യങ്ങൾ കിതാബിൽ നിന്നും മായ്ക്കപ്പെടുകയാണ്. അല്ലാഹു അതിനെ മായ്ച്ചു കളയുകയാണ്. അതുകൊണ്ട് പ്രിയ മുഅ്മിനീങ്ങളെ, നിസ്സാരമായ ഒരു കാര്യമല്ല. അല്ലാഹു വിശുദ്ധമായ റമദാനിലെ രണ്ടാമത്തെ 10 ലക്ഷ്യമാക്കാൻ വേണ്ടി ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഈ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് ആലോചിക്കാൻ തയ്യാറുള്ളവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ ഹാജരാകേണ്ടി വരുന്നതാണ്. ആ കോടതിയിൽ ഹാജരാകുമ്പോൾ
എന്തായിരുന്നാൽ തന്നെയും നമ്മളോട് നമ്മുടെ കൂടെ നിൽക്കുന്നത് ആരായിരിക്കും? ആരാണ്? ഈ പറഞ്ഞ ആൾക്കാരെല്ലാം നമ്മുടെ കൂടെ ഉണ്ടാകില്ല. പിന്നെ ആരാണ് നമ്മുടെ ഈ കർമ്മങ്ങൾക്ക് സാക്ഷി നിൽക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളുടെയും ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച കുറഞ്ഞപക്ഷം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഞാൻ നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്നതായ യാസീൻ സൂറത്തിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം ആ ദിവസത്തിൽ അവരുടെ വായ്കളെ നാം സീൽ വെക്കുന്നു. നമ്മളോട് അവരുടെ കരങ്ങൾ സംസാരിക്കുന്നതാണ്. അവരുടെ കാലുകൾ നമ്മളോട് സംസാരിക്കുന്നതാണ്. അവർ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളെ സംബന്ധിച്ച് ഓരോ മനുഷ്യന്റെയും നാവ് സീൽ വെക്കപ്പെടുകയും കരങ്ങൾ സംസാരിക്കുകയും കാലുകൾ സാക്ഷി നിൽക്കുകയും ചെയ്യുന്ന ഒരു ദിവസത്തെ സംബന്ധിച്ച് ആ ദിവസത്തിന്റെ പേരാണ് യൗമുൽ ഖിയാമ, യൗമുൽ ഹശ്ർ, മഹ്ശറേതായ ദിവസം. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിങ്ങൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാക്കി തരുമാറാകട്ടെ. ഒരായത്തിൽ കൂടി ഒരു നിമിഷവും കൂടി നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിച്ചു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിങ്ങൾക്ക് നൽകുന്ന കാര്യം കഴിയുന്നൊക്കെ തെറ്റിയിട്ടിട്ട് പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാൾ കരുത്തമായ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഹത്താ ഇദാ ജാഊഹാ ശഹിദ അലൈഹിം സമഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ وقالوا لجلودهم لم شهدتم عليهم ആത്മീയ ലോകത്തിന്റെ വക്താവ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധിയോടുകൂടി ആത്മാവിനെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞില്ലായെങ്കിൽ ഞാൻ ഈ ലോകത്ത് ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ ആര് കാണാൻ, ആര് കേൾക്കാൻ? എന്റെ ഉമ്മയും എന്റെ ഉപ്പയും എന്റെ ഇണയും എന്റെ കുടുംബാദികളും എന്നെ വിട്ട് പിരിഞ്ഞു പോകുമ്പോ എനിക്ക് സാക്ഷി പറയാനുള്ളത് ആരാണ്? എന്റെ ഈ കർമ്മങ്ങളെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആത്മീയ ലോകത്തേക്ക് ആത്മാക്കളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്കെതിരിൽ സാക്ഷി നിൽക്കുന്നതാണ് അവരുടെ കാത്, അവരുടെ കണ്ണ്, അവരുടെ രോമകൂപങ്ങൾ മുഴുവനും, അവരുടെ ചർമ്മങ്ങൾ, രോമകൂപങ്ങൾ മുഴുവനും അവർക്കെതിരെ സാക്ഷി പറയുന്നതാണ്. ഈ ആത്മാക്കൾ ചോദിച്ചു പോകുമത്രേ, എന്താ ചോദ്യം? വളരെ സ്പഷ്ടമായ സുഗന്ധപുഷ്ടി, വളരെ മനോഹരമായ എല്ലാവരും പ്രദർശിപ്പിക്കുന്ന എൻ്റെ ഈ ബോഡി ഉൾക്കൊള്ളുന്ന, എൻ്റെ ബോഡിയിൽ കവനിച്ചിരിക്കുന്ന ചർമ്മം, അത് അല്ലാഹുവിനോട് മറുപടി പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വാക്ക് അപ്രകാരം തന്നെ പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലിമ ശഹിദ്തും അലൈനാ ഖാലൂ അൻതഖനല്ലാഹ് നിങ്ങൾക്ക് ചിന്തിച്ചിട്ട് നിങ്ങൾ സൗന്ദര്യവസ്തുക്കൾ പൂശിയിട്ട് നിങ്ങൾക്കെല്ലാം മനോഹരമായി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച് നടത്തുന്നതാണ്. പക്ഷെ ഞങ്ങൾക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ശബ്ദങ്ങൾ അല്ലാഹുവിനോട് മറുപടി പറയുന്നതാണ്. ഞങ്ങളെ ഇപ്പോൾ സംസാരിക്കുന്നത് ഞങ്ങളുടെ പരിപാലനമായ അല്ലാഹു. ഉസ്താദിനെ ബോധിപ്പിക്കുക, ജബറാഹിനെ ബോധിപ്പിക്കുക, അവിടെ പോയി ഇവിടെ പോയി, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, അവിടെയാണ് ചെറിയ പോയത്, ഇവിടെയാണ് അസനം പോയത്, ഇവിടെയാണ് പോയത്.
ഈ കാര്യം പറയാൻ കഴിയുമെങ്കിൽ അള്ളാഹ് ധൈര്യം വരാതെ അതല്ല അള്ളാഹു സന്നിധാനത്തിൽ നിങ്ങളുടെ ഈ ശരീരവും ധർമ്മവും ഞാൻ കണ്ണും കാക്കും നിങ്ങളുടെ രോഗവും അള്ളാഹുവിൽ സാക്ഷി പറയുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയാനുള്ള ആഗ്രഹമുള്ളവരാണെങ്കിൽ സംഭവിക്കുന്നത് ശേഷി തീരുമാനമെടുക്കാൻ കഴിയുന്നവർ